പുതുവർഷ ആഘോഷത്തിനിടെ സ്വിറ്റ്സർലൻഡിലെ റിസോർട്ടിൽ വൻ സ്ഫോടനം 40ഓളം പേർ കൊല്ലപ്പെട്ടെന്നാണ് പ്രാഥമിക വിവരം. ക്രാൻസ് മൊണ്ടാനയിലെ സ്കീ റിസോർട്ടിലെ ബാറിനുള്ളിലാണ് സ്ഫോടനമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഖില CP ചേരുകയാണ്. അഖില, എങ്ങനെയാണ് സ്ഫോടനമുണ്ടായത്? വിശദാംശം. രുചീഷ്, എങ്ങനെയാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഫോറൻസിക് വിദഗ്ധരെല്ലാം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. മാത്രമല്ല പോലീസും സ്ഥലത്തുണ്ട്. അപ്പോൾ കൂടുതൽ പരിശോധനകൾക്ക് ശേഷമാണ് എങ്ങനെയാണ് സ്ഫോടനം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്താനാകും. എന്തായാലും ഒരു അട്ടിമറി സാധ്യതയില്ല, ഒരു അപകടം തന്നെയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഇന്ന് പുലർച്ചെ 1:30-ക്കാണ് സംഭവം ഉണ്ടാകുന്നത്. പുതുവത്സരാഘോഷത്തിനായി ക്രാൻസ് മൊണ്ടാനയിൽ എത്തിയിട്ടുള്ള വിനോദസഞ്ചാരികൾ അപ്പോൾ ഒരു സ്കീ റിസോർട്ടിലാണ്. അതിനുള്ളിൽ ഒരു ബാറിലാണ്. ഏകദേശം 400-ലധികം പേർക്ക് ഇരിക്കാവുന്ന ഒരു ബാറാണ്. ഭക്ഷണം കഴിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നിരവധി ആളുകൾ 400-നുള്ളിലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ ആ സമയത്താണ് സ്ഫോടനം ഉണ്ടാകുന്നത്. എന്തായാലും 40-ലധികം മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. 100-ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഫോറൻസിക്സ് സൂചിപ്പിച്ചതുപോലെ ഫോറൻസിക്സ് വിദഗ്ധർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിനുശേഷം കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്താനാകൂ. ഏകദേശം 40 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ബാറാണ്. മാത്രമല്ല ഈ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ഏറ്റവും വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ക്രാൻസ് മൊണ്ടാന. അതുകൊണ്ട് നിരവധി ആളുകൾ ആ റിസോർട്ടിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ സ്ഫോടനത്തിന്റെ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത്. രുചീഷ്. ശരിയാക്കില്ല.